സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. എല്ലാറ്റിനും നിയമം വ്യവസ്ഥയും വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈയിൻ്റെ വിരലിൽ ഈമ്പണം. ഈമ്പേണ്ടതിൻ്റെ ഒരു ക്രമമുണ്ട്. ആദ്യം ഈമ്പേണ്ടത് ചൂണ്ടുവിരലാണ്, പിന്നെ ഈ വിരലാണ് നടുവിരൽ, പിന്നെ തള്ളാൻ വിരലാണ്, പിന്നെ മോതിര വിരലാണ്, പിന്നെ ചെറുവിരലാണ്. അങ്ങനെ ഈമ്പണ്ടായി. എല്ലാറ്റിനും നിയമമുണ്ട്. നിയമമില്ലാത്തൊരു കാര്യമില്ല. ഇനിയിപ്പോൾ ഈ ഇരിക്കണ എല്ലാവരും കേട്ടില്ലേ, ഇന്ന് മുതൽ എല്ലാവരും അങ്ങനെ ഈമ്പണം. ഇതുവരെ അറിയായിട്ടാണ് നോക്കാം. ഇനി ഇവിടുന്നാണ്ട് അറിയാത്തോണ്ടല്ലോ. അതിന് ഈമ്പൽ തന്നെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. പട്ടന്മാരമായിരല്ലേ നമ്മൾ ചോറ് കഴിക്കുക. ഓല കുറ്റം പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മാപ്പിളാർ ഇതൊക്കെ എവിടുന്നാ പഠിക്കണ്ടേ? ഈ ചോറ് കഴിക്കണേൻ്റെ നിയമവും വ്യവസ്ഥയും ഇരിക്കണേൻ്റെയും നടക്കണേൻ്റെ ഒക്കെ വ്യവസ്ഥ എവിടുന്ന? അത് വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്തുനിന്ന് കുട്ടികൾ പരിശീലിക്കേണ്ടതാണ്. അതാണ് തങ്ങൾ വാപ്പ പറഞ്ഞത്. പഴയ കാലത്ത് കൂട്ടുകുടുംബാണ്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമൊന്നും വേണ്ട. ഒന്നുമില്ലെങ്കിൽ വാപ്പിയും മക്കള് പേരക്കുട്ടികളും അവിടുന്ന് അങ്ങോട്ടില്ലെങ്കിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. നമ്മളെല്ലാ സ്വകാര്യങ്ങളും പറയാൻ കൂട്ടത്തിലൊരു മൂത്ത കാരണവരുണ്ടാവും, മൂപ്പരോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നിപ്പോ തങ്ങൾ പറഞ്ഞ അതേമാതിരി സംഗതി വളരെ കറക്റ്റാണ്. നമ്മളെ വൃത്തികളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് ഒരാളെ ഇരുത്തുക, AC റൂമിൽ ഇരുത്തുക, പൈസ ഫീസ് അടക്കുക ആദ്യം. എന്നിട്ട് നമ്മളെ വൃത്തിയുടെ കായോട് പോയി പറയാ, ഫുള്ള് മൂപ്പര് കേട്ടിരിക്കുക. പിന്നെ മൂപ്പര് എന്തെങ്കിലും കാര്യം പറയും. അത് കാര്യം പറയണേന് ഈ കേൾക്കണേന് നമ്മൾ 1000 റുപ്യ, മണിക്കൂറിന് 1000 റുപ്യ 2000 റുപ്യ കൊടുക്കണം. അങ്ങനെ അത് വെറുതെ കേൾപ്പിച്ച് കണ്ട് പോരാ. ഐബ് കുറവ് വേറെ ആളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. നമ്മളെ പെരയിൽ ഒരു വയസ്സായ ആള് കാരണവര് പറയാൻ പറ്റിയതുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വാസ്തവത്തിൽ വാപ്പ ചീത്ത പറയും എന്നതൊരു അഭിമാനമുള്ള വർത്താനാണ്. പക്ഷെ ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പ എവിടെയുള്ളത് എന്നുള്ളതാണ് പ്രശ്നം. ഞാന് പിന്നെ സിനിമക്ക് പോണില്ല, എൻ്റെ വാപ്പ ചീത്ത പറയും എന്ന് പറഞ്ഞാൽ വാപ്പ ചീത്ത പറയുക എന്നുള്ളത് ഒരു അഭിമാനമുള്ള വർത്താനാണ്. ശരിക്ക് അത് ഭയങ്കര അഭിമാനമുള്ള വർത്താനാണ്. രാത്രി നേരം വൈകി വീട്ടിൽ വരാൻ കഴിയൂല, എൻ്റെ വാപ്പ ചീത്ത പറയും എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടു കൂടിയാണ് പറയണത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണ്? ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പ എവിടെയാണുള്ളത് എന്നാണ്.